സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. രാഹുൽ ഗാന്ധി ഇട്ട ആറ്റം ബോംബിന്റെ അലയൊലി ഇങ്ങ് തൃശൂരിൽ ആഞ്ഞടിക്കുകയാണ്. സുരേഷ് ഗോപി തൃശൂർ എടുത്ത വഴി ഓരോ ദിവസവും വെളിപ്പെട്ടു വരികയുമാണ്. ഈ അവസരത്തിലും സുരേഷ് ഗോപി മിണ്ടുന്നില്ല കേട്ടോ. മാതൃഭൂമി ന്യൂസിലെ ദില്ലി പ്രതിനിധി അനൂപ് ദാസ് സുരേഷ് ഗോപിയുടെ പ്രതികരണം ആരാഞ്ഞു. അതൊന്ന് കണ്ട് നമുക്ക് തിരികെ വരാം. വലിയ ആരോപണമാണുള്ളത് സാർ. ഒന്നും അതിൽ പ്രതികരിക്കാനുള്ളത് സാർ, താങ്കൾ ഡ്രൈവർ ഉൾപ്പെടെ കള്ളവോട്ട് ചേർത്തു എന്ന് പറയുന്നു സാർ. ഒന്നും പ്രതികരിക്കാനില്ല സാർ. വ്യാപകമായി RSS നേതാവ് ഷാജി കെയാറും വ്യാജ വോട്ട് ചേർത്തു എന്ന് ആരോപണിച്ചു സാർ. യാതൊരു പ്രതികരണമില്ലേ? ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒരു വിഷയത്തിലാണ് സാർ. സാർ ഒന്നും പറയാനില്ലേ? അതായത് സുരേഷ് ഗോപി മൗനവ്രതം തുടരുകയാണ്. ഈ അടുത്ത് നടന്ന സംഭവങ്ങളിൽ ആകെ അദ്ദേഹം പ്രതികരിച്ചത് സാനുമാഷ് മരിച്ചപ്പോൾ മാത്രമാണ്. കന്യാസ്ത്രീകളുടെ വിഷയം ഉൾപ്പെടെ ബാക്കി ഒരു കാര്യവും അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പോലും നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി അന്നേ പറഞ്ഞിരുന്നു, ഇത് ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം നടന്ന അട്ടിമറിയല്ല, ഇന്ത്യയിൽ ഉടനീളം നടന്നിട്ടുണ്ട്. അത് തന്നെയാണ് തൃശ്ശൂരിലും നടന്നത് എന്നത് പ്രബുദ്ധ കേരളം പതുക്കെ മനസ്സിലാക്കുകയാണ്. വിവിധ മാധ്യമങ്ങളിലൂടെ അത് പുറത്തേക്ക് വരികയാണ്. വോട്ടുകൊള്ളയുടെ വഴികളെ ഓരോന്നായി നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം, വിലയിരുത്താം. വീഡിയോ അവസാനം വരെ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. 2019 അപേക്ഷിച്ച് 2024 സംസ്ഥാനത്ത് മൊത്തത്തിലെടുത്താൽ ശരാശരി 79,881 വോട്ടുകളാണ് ഓരോ മണ്ഡലത്തിലും വർദ്ധിച്ചത്. അതേസമയം തൃശ്ശൂരിൽ ഒന്ന് നോക്കിയാൽ വോട്ടർമാരുടെ എണ്ണം കൂടിയത് 1,46,673 കൂടിയത്. കന്നി വോട്ടർമാരായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പുതുതായി ചേർക്കപ്പെട്ടത് 34,000 വോട്ടുകൾ മാത്രമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും തൃശ്ശൂരിൽ ഏകദേശം ഇത്രത്തോളം തന്നെ കന്നി വോട്ടർമാർ പട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് തന്നെ ക്രമക്കേടിന്റെ ആദ്യ സൂചനകൾ തൃശ്ശൂരിൽ നിന്ന് വന്നു തുടങ്ങുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരനും ഈ വ്യാപകമായി വോട്ട് ചേർക്കപ്പെട്ട കാര്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ അത് അവഗണിച്ചു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോരി പുറത്തുവിട്ടതോടുകൂടി വിവിധ മാധ്യമങ്ങൾ തൃശ്ശൂരിലെ ഈ കള്ള വോട്ടുകളെ തേടിയിറങ്ങുകയായിരുന്നു. അവരങ്ങനെ ഒരു അന്വേഷണം നടത്താൻ തന്നെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2024 തൃശ്ശൂരിൽ കൂടിയ 1,46,673 വോട്ടുകളുടെ ആ ഒരു കണക്കാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് നെട്ടിശ്ശേരിയിലെ ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടിൽ താമസിച്ചിരുന്ന സുരേഷ് ഗോപി തൻ്റെയും കുടുംബാംഗങ്ങളുടെയും 11 വോട്ട് ഈ വീട്ടിനെ വിലാസമാക്കി ചേർത്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സുരേഷ് ഗോപി ജയിച്ചതോടെ വീടൊഴിഞ്ഞു പോയി എന്നാണ് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെ വോട്ടുള്ള സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യ റാണിക്കും കൊല്ലം ഇരവിപുരത്തും വോട്ടുണ്ടെന്ന് തെളിയുകയാണ്. സുഭാഷ് ഗോപി വോട്ടേഴ്സ് ലിസ്റ്റിൽ തൃശ്ശൂരിൽ കൊടുത്തത് അച്ഛൻ്റെ പേരാണ് എങ്കിൽ കൊല്ലത്ത് കൊടുത്തിരിക്കുന്നത് അമ്മയുടെ പേരാണ്. സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ വോട്ടും ഈ തൃശ്ശൂരേക്ക് മാറ്റി. അതായത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം എല്ലാവരുടെയും വോട്ട്, അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന എല്ലാവരുടെയും വോട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി. ഇങ്ങനെ ഒരു ബൂത്തിൽ മാത്രം 25 മുതൽ 45 വോട്ടുകൾ വരെ ഇങ്ങനെ ക്രമക്കേടിലൂടെ തിരികെ കയറ്റി എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു മണ്ഡലത്തിൽ വോട്ട് ചേർക്കണമെങ്കിൽ ആ മണ്ഡലത്തിൽ സ്ഥിരമായി 6 മാസം താമസിച്ചിരിക്കണമെന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിബന്ധന. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് 2 മാസമാക്കി ചുരുക്കി. ഇത് ക്രമക്കേട് നടത്താൻ എളുപ്പവഴിയായി. ഈ 6 മാസം 2 മാസമായത് എങ്ങനെയെന്നുള്ളത് പിന്നീട് പുറത്തു വരുമായിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം, അല്ലേ? മാത്രമല്ല ചില ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും തൃശ്ശൂരിൽ ഈ വോട്ട് ചേർക്കൽ നടന്നു. ആളൊഴിഞ്ഞ വീടുകളെ വിലാസമാക്കിയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളെ ചേർത്തു. തൃശ്ശൂരിന് പുറത്തു നിന്ന് വന്ന് താമസിക്കുന്നവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചും വോട്ട് ചേർത്തു. നേരത്തെ പറഞ്ഞതുപോലെ ജില്ലയ്ക്ക് പുറത്ത് വോട്ടുള്ളവരെ ഈ വീടുകളെ വിലാസമാക്കി വോട്ട് ചേർക്കുകയായിരുന്നു. ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് സ്ഥലവാസികൾക്ക് അല്ലെങ്കിൽ അയൽവാസികൾക്ക് അറിയില്ല. അതിനെ മറയാക്കിയാണ് ഈ വോട്ട് ചേർക്കൽ നടന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഉദാഹരണം പറയാം. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ്സിലെ 4C എന്ന ഫ്ലാറ്റിൽ ചേർത്തത് 9 വോട്ടുകളാണ്. ഈ 9 പേർ ആരെന്ന് അവിടെ ഇപ്പോൾ താമസിക്കുന്ന ഈ 4C ഫ്ലാറ്റിൽ 4 വർഷമായി താമസിക്കുന്ന പ്രസന്ന അശോകൻ എന്ന സ്ത്രീക്ക് അറിയില്ല. ഫ്ലാറ്റിൽ വോട്ടുണ്ടായിരുന്നത് തനിക്ക് മാത്രമാണെന്നാണ് പ്രസന്ന പറയുന്നത്. ഫ്ളാറ്റുകളിലെ വാടക കരാറുകളുടെ കോപ്പി എടുത്തുകൊണ്ട് പോയാണ് ഇങ്ങനെ വോട്ട് ചേർത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കുറച്ചുപേർ വന്ന് ഈ വോട്ടർ പട്ടികയുടെ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞ് വാടക കരാറിന്റെ കോപ്പി കൊണ്ടുപോയി എന്ന് പ്രസന്ന തന്നെ പറയുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതിയുമായി കളക്ടർക്ക്
കളക്ടറെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. പൂങ്കുന്നം ശങ്കരൻകുളങ്ങരയിലെ ഫ്ളാറ്റിൽ മാത്രം 79 പേരെ ഇതുപോലെ ക്രമരഹിതമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും തെളിയുകയാണ്. ഇതുപോലെ നിരവധി വീടുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് 1,46,673 വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം കൂടിയത്. ഇതുപോലെ വോട്ട് ചേർത്തവരിൽ കൂടുതൽ പേരും യഥാർത്ഥത്തിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നുള്ള വോട്ടർമാരാണ്. അവരെ തൃശ്ശൂരേക്ക് കൊണ്ടുവന്ന് തൃശ്ശൂരിലെ വോട്ടർമാരാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി പൂങ്കുന്നത്തെ ഇൻലാൻഡ് പ്രോപ്പർട്ടീസ് എന്ന ഫ്ളാറ്റിലെ കാര്യം പ്രത്യേകമായി നമുക്ക് എടുത്ത് പരിശോധിക്കാം. ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചും വ്യാപകമായി അനധികൃത വോട്ടുകൾ ചേർത്തുവെന്നാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ തന്നെ പറഞ്ഞത്. ഈ സന്ദർഭത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ താര ടോജോ അലക്സ് ഒരു സംശയം ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നുണ്ട്. താരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇതാണ്: ഈ ഫോട്ടോയിലുള്ള ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഈ ഫോട്ടോയിലുള്ള നിമ വിനോദ് എന്ന് പറയുന്ന സ്ത്രീ സുരേഷ് ഗോപിയുടെ ഓഫീസിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു എന്നാണ് ഫേസ്ബുക്കിൽ അവർ ചേർത്തിരിക്കുന്ന വിവരം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നേരത്തെ ഇവർ കള്ളവോട്ടുകൾ ധാരാളം ചേർത്ത ഇൻലാൻഡ് പ്രോപ്പർട്ടീസിൽ ജോലി ചെയ്തിരുന്നു. ബിൽഡർമാരോ താമസക്കാരോ അറിയാതെ ഇവിടെ നിന്നും രേഖകൾ ചോർത്തിയത് എങ്ങനെയാണ്? ആരാണ്? ഇവർക്കുള്ള BJP ബന്ധം വെച്ച് ഈ കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്നാണ് താര ആവശ്യപ്പെടുന്നത്. ബിൽഡർമാരുടെ ഓഫീസിലും പുതിയ വോട്ട് ചേർക്കുമ്പോൾ ഉള്ള ഫോം 12 ചട്ടപ്രകാരമുള്ള ഹിയറിംഗ് നടന്ന സ്ഥലത്തെയും CCTVകളുടെ അക്കാലത്തെ ദൃശ്യങ്ങൾ ലഭിക്കുമെങ്കിൽ അവ പരിശോധിക്കണമെന്നാണ് താര ആവശ്യപ്പെടുന്നത്. വോട്ട് കൊള്ളയുടെ മറ്റു മാർഗങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും വളരെ കൃത്യമായ ആസൂത്രണത്തിലൂടെ തന്നെയാണ് തൃശ്ശൂരിൽ ഈ വോട്ട് ചേർക്കൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ വ്യക്തമാവുകയാണ്. അന്തിമ വോട്ടർ പട്ടിക കിട്ടിയപ്പോഴാണ് ഇടത് വലത് പ്രവർത്തകർക്ക് കാര്യങ്ങൾ മനസ്സിലായത്. സാധാരണ CPM പ്രവർത്തകർ ഈ വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്കും ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്ര വ്യാപകമായാണ് ഈ വോട്ട് ചേർക്കപ്പെട്ടത് എന്നുള്ള കാര്യം അന്ന് മനസ്സിലായില്ല എന്നാണ് പ്രാദേശിക നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തത് അല്ലെങ്കിൽ കവർന്നത് ഇങ്ങനെയാണെന്ന് നമുക്ക് പതുക്കെ മനസ്സിലാവുകയാണ്. ഇത്രയും വലിയ ആരോപണം വരുമ്പോഴും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല. മറ്റ് BJP നേതാക്കളുടെ പ്രതിരോധം ദുർബലവുമാണ്. പൊതുവെ രാഹുലിന്റെ വോട്ട് മോഷണം ആരോപണത്തെക്കുറിച്ചുള്ള BJPയുടെ പ്രതികരണം ഒരു അന്തം വിട്ട രീതിയിലുമാണ്. മാത്രമല്ല വ്യാജ വോട്ടുകളെ കുറിച്ച് BJPക്കാർക്ക് യാതൊരു പരാതിയുമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇടതു വലത് പ്രാദേശിക പ്രവർത്തകർക്ക് സത്യത്തിൽ ജോലി കൂടുകയാണ്. ജനാധിപത്യ പ്രക്രിയ മുറുകെ പിടിക്കുന്ന ജോലി പ്രാഥമികമായി ചെയ്യേണ്ടത് അവരാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് സൂക്ഷ്മമായി തന്നെ നിങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും. തങ്ങളുടെ വാർഡുകളിലെ വോട്ടർമാർ ആര്, എന്ത്, എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടി വരും. വോട്ട് കൊള്ളയുടെ രീതികളും വിവരങ്ങളും പുറത്തുവിട്ട് ഏറ്റവും നല്ല പ്രതിപക്ഷ പ്രവർത്തനമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നടത്തുന്നത്. ഓരോ ദിവസവും ഓരോ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയുമാണ്. ഈ കെട്ടകാലത്ത് ജനാധിപത്യത്തെ നമുക്ക് താങ്ങി നിർത്തേണ്ടതുണ്ട്. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാനായി കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാകുക. നന്ദി, നമസ്കാരം.